ഹായ്. പെട്ടെന്ന് ഒരു സുഹൃത്ത് നമ്മളുടെ അടുത്ത് ഒരു ഫോൺ തന്നിട്ട് പറയുവാണ്, ഇത് ഇംഗ്ലീഷിലാണ്, ഒന്ന് സംസാരിക്കാമോ? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഫോൺ പെട്ടെന്ന് മേടിക്കുന്നു, എന്നിട്ട് ഹലോ എന്ന് വയ്ക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് നമ്മൾ ഫ്രീസായി പോകുന്നു, ബ്ലാങ്ക് ആയി പോകുന്നു, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടാകുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പറ്റിയ ചില സെൻറ്റൻസുകൾ നമുക്കിപ്പോൾ നോക്കാം. അത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വെക്കേഷൻ കഴിഞ്ഞ് വരുവാണ്. വെക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് സ്കൂളിൽ കോളേജുകളിലൊക്കെ അവധി കിട്ടാറുണ്ട്, ജോലിക്ക് പോകുന്നവർക്ക് അവധി കിട്ടാറുണ്ട്, അവർ പുറത്തോട്ടൊക്കെ വിനോദയാത്ര പോകാറുണ്ട്. അങ്ങനെ പോയി വരുന്ന ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ പേര് കാവേരി എന്നാണ് എന്ന് വിചാരിക്കുക. അപ്പം ആ കാവേരി ഫോൺ ചെയ്യുവാണ്. വന്നിട്ട് വിനോദയാത്ര അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ് വന്ന് സുഹൃത്തിന് ഫോൺ ചെയ്യുന്നതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ പറയുവാണ്, അദ്ദേഹം ഫോൺ എടുത്തിട്ട് എന്തായിരിക്കും പറയുക? ആദ്യം ഫോൺ വിളിക്കും, എന്നിട്ട് ഹലോ എന്ന് എന്തായാലും വെക്കും. അത് കഴിഞ്ഞ് എന്തായിരിക്കും പറയുക? ഞാൻ പറയുന്നത് കേൾക്കാമോ? പൊതുവെ പലരും പല രീതിയിലാണ് അവരുടെ പേര് വിളിച്ചിട്ട് എന്താണ് ഏതാണെന്നുള്ള വിശേഷങ്ങൾ തുടക്കത്തിൽ തന്നെ പറയാറ്. നമ്മൾ പൊതുവായിട്ടൊരു രീതി പറയുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിനക്ക് കേൾക്കാമോ എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുക? ഹലോ, ക്യാൻ യു ഹിയർ മീ ക്ലിയർലി? നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? ക്യാൻ യു ഹിയർ മീ ക്ലിയർലി? നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? ക്യാൻ യു ഹിയർ മീ ക്ലിയർലി? അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ എന്തായിരിക്കും പറയുക അതിന് ഉത്തരവായിട്ട്? എനിക്ക് കേൾക്കാം. ആരാ സംസാരിക്കുന്നത്? എനിക്ക് കേൾക്കാം. ആരാ സംസാരിക്കുന്നത്? ഐ ക്യാൻ ഹിയർ യു. എനിക്ക് കേൾക്കാം. ഹൂ ഈസ് ദിസ്? ആരാ സംസാരിക്കുന്നത്? ഹൂ ഈസ് ദിസ്? ആരാ ഇത് അപ്പുറത്ത്? ഫോണിൽ ആരാണ് അപ്പുറത്ത് എന്നുള്ളതാണ്. ഹൂ ഈസ് ദിസ്? അപ്പം കാവേരി പെട്ടെന്ന് പറയുവാണ്, ഹായ്, ഐ എം കാവേരി സ്പീക്കിംഗ്. ഞാൻ കാവേരിയാണ്. ഞാൻ കാവേരിയെ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാവേരി എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയാണ്, ഹായ് കാവേരി, ഹൗ ആർ യു? എന്താണ് വിശേഷം? കാവേരി, ഹൗ ആർ യു? എന്തുകൊണ്ട് വിശേഷം? അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം പറയുന്നത്, ഐ ആം ഗുഡ്. ഞാൻ സുഖമായിരിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ആം ഗുഡ്. ഞാൻ ഇപ്പോൾ ഒരു വെക്കേഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഐ ജസ്റ്റ് കെയിം ബാക്ക് ഫ്രം മൈ വെക്കേഷൻ. അപ്പോൾ കേട്ടയാൾക്ക് ഒരു ത്രില്ലായി. അദ്ദേഹം പറയാം, വാവ്, എന്നുവെച്ചാൽ കൊള്ളാമല്ലോ എന്നുള്ള ഒരു അർത്ഥത്തിൽ. നീ എവിടെയാണ് പോയത്? വെക്കേഷൻ എവിടെയാണ് പോയത് ചോദിക്കുവാണ്. വേർ ഡിഡ് യു ഗോ? എവിടെ പോയത്? വേർ ഡിഡ് യു ഗോ? അപ്പോൾ കാവേരി പറയാണ്, ഐ വിസിറ്റഡ് മൂന്നാർ. ഞാൻ മൂന്നാറിലാണ് പോയത്. മൂന്നാർ. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അത് കേട്ടപ്പം അദ്ദേഹത്തിന് നല്ല ത്രില്ലായി. അദ്ദേഹം പറയണം, സൗണ്ട്സ് അമേസിങ്. കൊള്ളാമല്ലോ, കേട്ടപ്പം നല്ല ഇതായിട്ട് തോന്നുന്നു, കൊള്ളാം, സൗണ്ട്സ് അമേസിങ്. പിന്നെ അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നാണല്ലോ. ഇവിടെയൊക്കെ എല്ലാം നമ്മൾ ചൂടിലിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഹൗ വാസ് ദ വെദർ ദെയർ? അവിടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? അപ്പോൾ അദ്ദേഹം പറയണം, ഇറ്റ് വാസ് നൈസ്, കൂൾ ആൻഡ് റിഫ്രഷിങ്. എന്താണ് കൂൾ ആൻഡ് റിഫ്രഷിങ്? എല്ലാം തണുത്തതാണ്. അതുപോലെ തന്നെ നമുക്കൊരിക്കലും ഒരു ക്ഷീണം തോന്നത്തില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? തണുപ്പുള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ, ഇപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നല്ല റിഫ്രഷ് ആയിരിക്കും. മീൻസ് ഒരു ക്ഷീണം നമുക്ക് തോന്നില്ല. അപ്പോൾ അതുപോലെ അദ്ദേഹം പറയാണ്, കൂൾ ആൻഡ് റിഫ്രഷിങ്. ഇറ്റ് വാസ് കൂൾ ആൻഡ് റിഫ്രഷിങ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവിടുത്തെ പ്ലാന്റേഷൻസ് കണ്ടു, വാട്ടർഫാൾസ് കണ്ടു. അദ്ദേഹം പറയണം, അതെങ്ങനെ പറയാം? വി വിസിറ്റഡ് പ്ലാന്റേഷൻസ് ആൻഡ് വാട്ടർഫാൾസ് ദെയർ. പ്ലാന്റേഷൻസും വാട്ടർഫാൾസും കണ്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൗണ്ട്സ് ഗുഡ്, കൊള്ളാം, നല്ലതായിട്ട് തോന്നുന്നു, സൗണ്ട്സ് ഗുഡ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാൻ അവിടെ വേറെ കുറേ കാഴ്ചകൾ കണ്ടു. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ നിനക്ക് അയച്ചു തരാം. ഐ വിൽ ഷെയർ സം ഫോട്ടോസ് വിത്ത് യു. അപ്പോൾ ഇദ്ദേഹം പറയാണ്, തീർച്ചയായിട്ടും എനിക്കത് കാണണമെന്നുണ്ട്. ഐ വുഡ് ലവ് ടു സീ ദം. എനിക്കത് കാണണമെന്നുണ്ട്, ഒന്ന് അയക്കൂ.
എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഐ വുഡ് ലവ് ടു സീ ദം. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അത് നമ്മൾ കോള് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എന്തായാലും ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. എങ്ങനെയുണ്ട് കോൺവെർസേഷൻ, ഫോൺ സംഭാഷണം? നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പാണെങ്കിലും കുറേ കാര്യങ്ങൾ ഇതിൽ പിടികിട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഉചിതമായത് ഇതിൽ നിന്നെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.